ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി പോയി എടുത്തുകൊണ്ടെന്നാണ്. അതായത് കിക്കറൊക്കെ സ്റ്റക്കായി പോയി സെൽഫ് അടിച്ചിട്ട് വണ്ടി വർക്ക് ചെയ്യണ്ടായില്ല. അതായിരുന്നു പ്രോബ്ലം. അപ്പം നമ്മളത് എടുത്തുനിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബെൻഡെക്സ് ഫുള്ള് ഡാമേജ് ആയിട്ട് ബെൻഡെക്സ് യൂണിറ്റ് ഇതേപോലെ മൊത്തത്തിൽ പീസായി പോയി. അപ്പോൾ അത് കയറി ആ വീലിൻ്റെ ഉള്ളിൽ വന്ന് സ്റ്റക്കായതാണ് മൊത്തത്തിൽ സ്റ്റക്കായി പോകാനുള്ള കാരണം. അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അപ്പോൾ നിലവിൽ നമുക്ക് ബെൻഡെക്സ് യൂണിറ്റ് മാറ്റണം. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡ് അഴിച്ചു നോക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം ഓയിൽ ലീക്ക്. അതായത് ഇവിടുത്തെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. പിന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റും ഓൾറെഡി പൊട്ടിയിരിക്കണതുണ്ട്. അത് ഈ ഭാഗമൊക്കെ മൊത്തത്തിൽ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ബെൽറ്റും കൂടി കൂട്ടത്തിൽ മാറ്റിയിടാം. ഒരൊറ്റ ചിലവിൽ അതുകൊണ്ട് കഴിഞ്ഞ് നോക്കോളും. കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ, പക്ഷേ നമുക്ക് അതിൻ്റെ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ സീൽ 2 ഓയിൽ സീൽ മാറ്റാം, ബെൽറ്റ് മാറ്റാം, ബെൻഡെക്സ് യൂണിറ്റ് മാറ്റാം. അത്ര മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ആയിക്കോളും. പിന്നെ ഈ കിക്കർ നമ്മൾ ചില അടിക്കണങ്ങൾ മലന്ന് പോകുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കതൊന്ന് സ്പോട്ട് ചെയ്തെടുക്കാം. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ എൻജിൻ ഓയിൽ തീരെ മോശം കേട്ടോ. അതായത് കുറച്ച് ലീക്കായി പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പിസ്റ്റൺ എങ്ങാനും പിടിച്ചാന്നുള്ള ധാരണയിലാണ് വന്നത്. പക്ഷേ നിലവിൽ എൻജിൻ ഓയിലുണ്ട്. പക്ഷേ ഓയിൽ വളരെ മോശം, കുറു എന്നുള്ള അവസ്ഥയ്ക്ക് ശരിക്കും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻജിൻ ഓയിലും കൂടി കൂട്ടത്തികളും മാറ്റി വിടണമാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പ്രിപ്പയർ ചെയ്യണേ. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.